ഹലോ, ഇന്ന് നമ്മളൊന്ന് പുറത്തെല്ലാം പോവുകയാണ്. പുറത്ത് പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദീൻ്റെ അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം എത്തുന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് അമ്പലങ്ങളിലെല്ലാം പോയി. പിന്നെ കുറച്ച് പരിപാടികളും ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ പോയത് തളിപ്പറമ്പ് തൃച്ചംബര അമ്പലത്തിലാണ്. അവിടെ പോയിട്ട് ആദിക്ക് ബലിയിടാനുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. അത് കാരണം നമുക്ക് മുങ്ങലൊന്നും ബലിയിടുന്നതിന് മുന്നേ ഉള്ള മുങ്ങൽ കുളിയൊന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. ഇവിടുന്ന് ഇങ്ങനെ മഴ പെയ്ത വെള്ളത്തിൽ ഇങ്ങനെ ഓടി കളിക്കുകയാണ്. അപ്പോൾ ഇതാണ് ബലിയിടുന്നതിൻ്റെ കുറച്ച് ചടങ്ങുകൾ. ഞാൻ മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല. അതങ്ങനെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ പോയത് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ്. തളിപ്പറമ്പിൽ തന്നെയുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് പിന്നെ പോയത്. നമ്മൾ പോകുമ്പോഴേക്കും നട അടച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷമേ നട തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു. എന്തായാലും സ്ത്രീകൾക്ക് അവിടെ കയറാനും പറ്റൂല. ആദ്യം തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചതായിരുന്നു. നട അടച്ചത് കാരണം നമ്മൾ പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു. പിന്നെ നമ്മൾ മൂന്നാമത് പോയത് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെയും പോയി കഴിഞ്ഞിട്ട് അവിടെ നട അടക്കാൻ പോകുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് തൊഴാൻ വേണ്ടി പറ്റിയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭക്ഷണം കഴിക്കേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. ഇത് തളിപ്പറമ്പുള്ള ബാംബു ആണ്. ബാംബുവിലാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയത്. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് കാരണം കിട്ടിയ പാടെ കഴിച്ചു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. നല്ല ചൂട് പൊറോട്ടയും അടിപൊളി വെജ് കുറുമയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്ക് പോകാനുള്ളത് ഹോപ്പിലാണ്. ഹോപ്പിൽ അവിടെ ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം നമ്മൾ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലവും നമ്മൾ 40-ാം ദിവസം അച്ഛൻ മരിച്ചതിൻ്റെ 40-ാം ദിവസം ഇവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ വകയാണ് ഇവിടെ ഭക്ഷണം. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. അതിൻ്റെ കൂടെ ഓലനും ഉപ്പേരിയെല്ലാം ഉണ്ടായിരുന്നു. അച്ചാറും സാലഡും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇവള് വല്യച്ഛൻ്റെ കൂടെയാണ്. ഇത് ആദീൻ്റെ ഏട്ടനാണ്. വല്യച്ഛൻ്റെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. വല്യച്ഛൻ നല്ല വൃത്തിയായിട്ട് ഒക്കെ കൊടുത്തോളും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ അവിടെയുള്ള അന്തേവാസികളെ കാണാൻ വേണ്ടിയിട്ട് കയറി. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് നമ്മൾ ഇതുപോലെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവരെയൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഇന്നൊന്ന് കയറിയിട്ട് എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചു. താഴത്തെ നിലയിൽ ആണുങ്ങളുടെ സെക്ഷനും മുകളിലത്തെ നിലയിലാണ് പെണ്ണുങ്ങളുടെ സെക്ഷൻ. ഞാൻ ഇവരുടെ ഒന്നും മുഖം അത്ര ക്ലിയർ ആയിട്ട് എടുത്തില്ല. അവരിനി എന്തെങ്കിലും വിചാരിക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ നല്ല രീതിയിൽ അങ്ങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മുകളിൽ കയറിയിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. താഴെ ആണുങ്ങളുടെ സെക്ഷൻ ആയത് കാരണം വൃത്തിക്കൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മുകളിൽ കുറച്ച് പറ്റുന്നത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതായത് ഓരോ തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇവിടെ കഴിയുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർക്ക് ആ ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് ആൾക്കാർ. ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ അതിനായിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോഴേ തന്നെ നമുക്ക് വല്ലാത്ത ഒരു മനപ്രയാസം തോന്നും. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിനൊരു ഭയങ്കര ഒരു സങ്കടമൊക്കെ തോന്നും. മുന്നേ വന്നപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പുറത്തുണ്ടായിരുന്നു. കുറച്ച് പേര് പുറത്ത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടു എന്നല്ലാണ്ട് ഉള്ളിൽ കയറിയിട്ട് വിശദമായിട്ടൊന്നും ആരെയും കാണാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ മുകളിലത്തെ സെക്ഷനാണ്. മുകളിലത്തെ സെക്ഷനിൽ സ്ത്രീകളുടെ സെക്ഷനാണ് മുകളിൽ. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ വന്നിട്ട് എല്ലാവരോടും വർത്താനെല്ലാം പറയുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് കൈ കഴുകലും പാത്രം കഴുകലും വൃത്തിയാക്കലും എല്ലാം പരിപാടിയാണ്. ഇപ്പം ഇവിടെ നമ്മൾ പോകുന്ന സമയത്തായിരുന്നു. പിന്നെ ഇവർ TV കാണുന്നുണ്ടായിരുന്നു. താഴെയും മുകളിലും ഓരോ TV ഉണ്ട്. എല്ലാവർക്കും കൂടിയിട്ട് ഒരു TV. താഴത്തെവർക്ക് ഒരു TV, മുകളിലത്തെവർക്ക് ഒരു TV. അപ്പോൾ മുകളിൽ അവർ സീരിയലൊക്കെ കാണുന്നായിരുന്നു. സ്ത്രീകളായത് കാരണം സീരിയലൊക്കെ കണ്ട് സമയം കൂട്ടിലായിരുന്നു.
കുറേ തരത്തിലുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. മാനസിക പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കരയലും വിളിക്കലും എല്ലാം ആയിട്ട് ഭയങ്കര മനസ്സിന് ഭയങ്കര പ്രയാസമാണ് അവിടെ പോയിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം ഇവർക്കെല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഇടുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഇടാം. ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം, ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം ഇവർക്കായിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.